ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയുടെ ഞെട്ടിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ശ്രീകോവിലിന്റെ കട്ടിളയ്ക്ക് മുകളിലെ പ്രഭാമണ്ഡലം പൊതിഞ്ഞ സ്വർണ്ണപ്പാളിയും കൊള്ളയടിച്ചെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. കട്ടിളപ്പാളികൾക്ക് മുകളിലെ ശിവരൂപം, വ്യാളിരൂപം എന്നിവയിലെ സ്വർണം കവർന്നു. കോടതിയിൽ സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിലാണ് SIT ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരം ചെയ്തു. ഷഫീദ്, നമ്മൾ അറിഞ്ഞതിലും മുകളിലാണ് ഈ കേസിന്റെ വ്യാപ്തി, നമ്മൾ അറിഞ്ഞതിലും മുകളിലാണ് ഈ കേസിലെ തട്ടിപ്പ്, നമ്മൾ അറിഞ്ഞതിലും മുകളിലാണ് ഇവിടെ നിന്ന് കട്ടുകൊണ്ടുപോയ സാധനങ്ങൾ. വിശദാംശങ്ങൾ. സുഹൈലി, ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് എന്തൊക്കെ നഷ്ടമായി എന്നൊക്കെയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ അന്വേഷണ സംഘം അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തുകയും പിന്നീട് പലതവണ റിമാൻഡ് റിപ്പോർട്ടുകളടക്കം അത് സൂചിപ്പിക്കുകയും ചെയ്തതാണ്. എന്നാൽ ഈ കട്ടിളപ്പാളിയിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോയി എന്നുള്ളതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ, അതേപോലെ പങ്കജ് ഭണ്ഡാരി എന്നിവരുടെ കസ്റ്റഡി അപേക്ഷയിൽ അന്വേഷണ സംഘം വ്യക്തമാക്കുന്ന കാര്യം. അതിൽ ഏറ്റവും പ്രധാനം കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ സ്വർണം നഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അതായത് സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അന്വേഷണ സംഘം ഈ വിലയിരുത്തലിലേക്ക് എത്തുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖാന്തരം സ്വർണം പൂശുന്നതിന് വേണ്ടി ചെന്നൈ അമ്പത്തൂർ സ്മാർട്ട് ക്രിയേഷൻസിലെ ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ കട്ടിലിൽ ഘടിപ്പിച്ചിരുന്ന ദശാവതാരങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന സ്വർണം പതിച്ച 2 ചെമ്പുപാളികൾ, രാശി ചിഹ്നങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന സ്വർണം പതിച്ച 2 ചെമ്പുപാളികൾ, കട്ടിളയുടെ മുകൾപടി സ്വർണം പതിച്ച ചെമ്പുപാളിയിലും അതേപോലെ കട്ടിളയ്ക്ക് മുകളിൽ പതിച്ചിട്ടുള്ള സ്വർണം പതിച്ച ചെമ്പുപാളികളും നഷ്ടമായി. അങ്ങനെ 7 പാളികൾ നഷ്ടമായി എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇക്കാര്യങ്ങൾ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിച്ച് രാസമിശ്രിതം ഉപയോഗിച്ച് വേർതിരിച്ച സ്വർണം അവർ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്തു എന്നുള്ളതാണ് അന്വേഷണ സംഘം ഈ കസ്റ്റഡി അപേക്ഷയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇനി രണ്ടാമത്തെ കണ്ടെത്തൽ അത് ഈ പരിശോധനയുമായി ബന്ധപ്പെട്ടാണ്. അതായത് ശബരിമലയിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള സാമ്പിളുകൾ അത് ഈ ഗോവർദ്ധന്റെ പക്കൽ നിന്നും അതേപോലെ പങ്കജ് ഭണ്ഡാരിയുടെയും പക്കൽ നിന്നും കണ്ടെടുത്ത അല്ലെങ്കിൽ തെളിവെടുപ്പിനിടെ കണ്ടെടുത്ത സ്വർണം അത് ശബരിമലയിൽ നിന്ന് വേർതിരിച്ച സ്വർണം തന്നെയാണെന്നുള്ളത് സ്ഥിരീകരിക്കാൻ VSSയിലേക്ക് സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ഈ സാമ്പിൾ പരിശോധനാ ഫലം 8-ാം തീയതി അന്വേഷണ സംഘത്തിന് ലഭിക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതിൽ നിർണായകമായ ചില കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി അന്വേഷണ സംഘം ഈ കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നുണ്ട്. അതായത് അടിമുടി ശബരിമലയിലെ പാളികൾ അപ്പാടെ കൊണ്ടുപോയതാണോ അതല്ല സ്വർണം വേർതിരിച്ചെടുത്ത കവർച്ച തന്നെയാണോ നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ഈ പരിശോധനാ ഫലം കിട്ടുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേസമയം നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ഈ അടുത്ത ദിവസം കോടതിയിൽ കൊടുക്കാനുള്ള റിപ്പോർട്ട് അത് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരശേഖരണമാണ് ഇപ്പോൾ നടക്കുന്നത്. സുഹൈൽ, ആ സാമ്പിളിന്റെ ഫലം കൂടി വരുമ്പോൾ അതിലൊരു കൃത്യത വരും, വ്യക്തത വരും. അത് ഞെട്ടിക്കുന്നതാവാതിരിക്കട്ടെ. എന്തായാലും കൂടുതൽ വിവരങ്ങളാണ്, വിശദാംശങ്ങളാണ് SITയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി ഇപ്പോൾ പുറത്തു വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.